നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി നാട്ടിൽ നിന്നും അയർലൻഡിലേക്ക് ജനറൽ വർക്ക് പെർമിറ്റിൽ എത്തിയിട്ടുള്ള നമ്മുടെ ധാരാളം സഹോദരങ്ങൾ അയർലൻഡിൽ പല നേഴ്സിംഗ് ഹോമുകളിലും അതുപോലെ തന്നെ ഹോം കെയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഒരു വർഷം കഴിഞ്ഞ് ഫാമിലിയെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇന്ന് വരെ പ്രോപ്പർ ചാനലിലൂടെ ഇതിന് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇടുത്തി പോലെ മറ്റൊരു വാർത്ത കൂടി വരുന്നത്. ഫാമിലി റീയൂണിഫിക്കേഷന് വേണ്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന വരുമാന പരിധി, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കൂടാതെ ഉയർന്ന റെൻറ്റുമൊക്കെ കാരണം ഈ പരിധി വീണ്ടും ഉയർത്താനുള്ള തീരുമാനം വരുന്ന ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലും വെള്ളത്തിൽ പണി കിട്ടിയതുപോലെയുള്ള അവസ്ഥയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇനി എങ്ങനെ നാട്ടിൽ നിന്നും സ്പൗസിനെ കൊണ്ടുവരും? സ്പൗസ് മാത്രം പോരാ, കുട്ടികളെ കൂടി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുന്നവരൊക്കെ ആഗ്രഹിച്ചതുപോലെ സമാധാനപൂർണമായ ഒരു ജീവിതം അയർലൻഡിൽ നയിക്കാൻ കഴിയുകയുള്ളൂ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഉയർന്ന വരുമാന പരിധി ഓരോ കുട്ടികൾക്കും ആഴ്ചയിൽ എത്ര വെച്ചാണ് നിങ്ങൾ ഏൺ ചെയ്യേണ്ടി വരുന്നത്? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 27,000 യൂറോ ആയിരുന്നു ആദ്യം HCA ആയി അയർലൻഡിലേക്ക് എത്തുന്നവരുടെ സാലറി. പിന്നീടത് 30,000 ആക്കി എന്നൊക്കെ പറയപ്പെടുന്നു. എത്ര പേർക്ക് ഈ 30,000 യൂറോ സാലറി പ്രതിവർഷം കിട്ടുന്നുണ്ട്? അങ്ങനെ കിട്ടണമെങ്കിൽ മിനിമം 15 യൂറോ എങ്കിലും പെർ അവർ കിട്ടുകയും 39 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഏകദേശം 30,000 യൂറോ ഒരു വർഷം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് അവർ ജോലി ചെയ്യുന്നതിന് കിട്ടുന്ന സാലറി മാത്രമാണ്. ഇതിന് ശേഷം ഇതിൽ നിന്ന് ടാക്സും കട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഏതെങ്കിലും സൺഡേ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഓവർ ടൈം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്പം കൂടി സാലറിയൊക്കെ കൂടുതൽ കിട്ടും. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. എല്ലാ നേഴ്സിംഗ് ഹോമുകളും ഇങ്ങനെ സാലറി കൂടുതൽ കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല. മാത്രമല്ല ഇത്രയും അവേഴ്സ്, അതായത് 39 മണിക്കൂർ പോലും ചില നേഴ്സിംഗ് ഹോമുകളിൽ കിട്ടുന്നില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അടിമകൾ പോലെ ജോലി ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഒരുവിധം ടാക്സും കൊടുത്ത് ബാക്കി ചെലവും കഴിഞ്ഞാൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബവുമായി അയർലൻഡിൽ ജീവിക്കാൻ പാടാണ്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ നിന്നും എത്തിയിട്ടുള്ള കെയർ അസിസ്റ്റൻ്റുമാരുടെ നേരെ വിവേചനപരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള പരാതികൾ പല സ്ഥലത്തു നിന്നും ഉയരുന്നുണ്ട്. അതിനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഈ പുതിയ നിരക്ക് ഒന്ന് നോക്കാം. അതായത് ഒരു കുട്ടിയാണ് കൂടെ കൊണ്ടുവരുന്നതെങ്കിൽ 645 യൂറോ എങ്കിലും ആഴ്ചയിൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ടി വരും. അത്രയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 47 മണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ ജോലി ചെയ്യണം. അതായത് 4 ലോങ് ഡേ എങ്കിലും ഒരാഴ്ചയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത്രയും യൂറോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അത് വിത്ത് ടാക്സ് ആണ്. ഇത് ഇപ്പോൾ നിലവിലുള്ള റേറ്റാണ്. ഇനി കൂട്ടിയ റേറ്റ് എന്ന് പറയുന്നത് 705 യൂറോ ആണ് ആഴ്ചയിൽ നിങ്ങൾ 2025 ജനുവരി 1 മുതൽ ഏൺ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒരാഴ്ചയിൽ കുറഞ്ഞത് 50-55 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എന്നർത്ഥം. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടിയും വരും. അതായത് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് പോകുന്ന രാജ്യമാണ് അയർലൻഡ്. അതായത് മിനിമം 20% ടാക്സ് എങ്കിലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോഴും ബാങ്കിൽ കയറുന്ന പൈസയുടെ അളവ് കുറവായിരിക്കും. ഇനി 2 കുട്ടികളാണെങ്കിൽ ഏകദേശം 806 യൂറോ ആഴ്ചയിൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ അയർലൻഡിൽ വരുന്ന നേഴ്സസിന് ഏകദേശം ഇത്രയൊക്കെ സാലറി കാണുകയുള്ളൂ. അങ്ങനെ 3-4 കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ റേറ്റ് വളരെ കൂടുതലുമാണ്. ഒരുപാട് തവണ അയർലൻഡിലെ മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡ് പോലെയുള്ള പല സംഘടനകളും ഈ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഒരു ഫലവും കണ്ടില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് പോലും ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ
ഇനിയും കാത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇനി ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു കാര്യം, എൻ്റെ അറിവിൽ 99% HCA വന്നിട്ടുള്ള ആളുകൾ, അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ എത്തിയിട്ടുള്ള HCAമാർ നേഴ്സുമാർ ആണ് എന്നുള്ളതാണ്. അവർ ഒന്ന് ആത്മാർത്ഥമായി വിചാരിച്ച് തുടരെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ OET എക്സാമുകൾ എഴുതി അയർലൻഡ് സ്കോർ വാങ്ങി മൈ NMBAയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു നേഴ്സായി കയറുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യേണ്ടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഓരോ തവണയും OET എക്സാം എഴുതുന്നതിന് നല്ല ഒരു തുക ചിലവാകുമെന്ന്. അത് ശരിയാണ്. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ധൈര്യമായി നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾ നേടിയെടുക്കുക. കിട്ടുന്ന ക്യാഷൊക്കെ നാട്ടിലയച്ച് ചിലവാക്കി കളയാതെ ഇവിടെ കുറച്ച് സേവിംഗ് ഒക്കെ ആക്കി വെച്ചേക്കുക. ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോമുമായി ബന്ധപ്പെട്ട് കെയറർ ജോലികൾക്കായി ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് എടുത്ത് നാട്ടിൽ നിന്നും കൊണ്ടുവരിക. അങ്ങനെ രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം പതുക്കെ കൊണ്ട് കുട്ടികളെ കൂടി എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോം, അതിൻ്റെ മാനേജ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ അവർക്ക് മനസ്സിലാകുമെങ്കിൽ ഒരു പരിധിവരെ ഇത് പ്രാക്ടിക്കൽ ആക്കാം. ഇനി അങ്ങനെ കാല് പിടിക്കാൻ മനസ്സില്ലാത്തവർ ആണെങ്കിൽ ധൈര്യമായി OET എക്സാം എഴുതുക, ഒരു നേഴ്സായി അയർലൻഡിൽ ജോലി കണ്ടുപിടിക്കുക, അങ്ങനെ കുടുംബത്തെ കൂടെ കൊണ്ടുവരിക. തികച്ചും ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന താഴ്ന്ന വരുമാനമുള്ള non-EU ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പ്രോബ്ലം. ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. 2025 നിങ്ങളുടെ സാലറിയൊക്കെ കൂട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ ബജറ്റിലെ പ്രഖ്യാപനവും മിനിമം വേജസ് ഉയർത്തും എന്നുള്ളത് മാത്രമാണ്. അതായത് 13.5 പെർ അവർ ആക്കും എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ നടക്കുമായിരിക്കും. എങ്കിലും നേരത്തെ non-EU രാജ്യങ്ങളിൽ നിന്ന് ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ സാലറി എത്രത്തോളം വർദ്ധിപ്പിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഞങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളെ അറിയിച്ചിരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത്. അതുകൊണ്ട് ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുക. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.